നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമോ നമ. മെല്ലെ നാം വിളിക്കുന്നു കേട്ടുടൻ ഓരോരുത്തരും എല്ലാരും നീളെ വിളിച്ചിടിനാരടോ ബാലേ. കല്യാണശീലേ വൈകിടുന്നത് എന്തോരു മൂലം ചൊല്ലു ചൊല്ല് അടുക്കരുതായികയോ മനോരമ്യേ. ചൊല്ലിയതില്ലേതും പെരുമാറ്റവും കേൾപ്പാനില്ലാഞ്ഞ് എല്ലാരും ചുഴന്നിരിക്കുന്നവർ കരങ്ങളാൽ തുല്യമായോ ഒരുമിച്ചു തപ്പിനാർ സുധാകുംഭം. ഇല്ല കയ്യെത്തുന്നിടത്തെന്നായതെല്ലാവർക്കും മന്ദന്മാർക്കതുകാലം കണ്ണുകളഴിപ്പാന് കന്ദർപ്പൻ വിലക്കുകയാൽ അരുതെന്നും വന്നു എന്നിരിക്കലും അതിധീരനായേകൻ മുതിർന്ന് അന്നേരം മിഴുതുറന്നഞ്ചസാ നോക്കിയിടിനാൻ. കണ്ടീല കണ്ടിക്കുഴലാളെയും അമൃതവും കൊണ്ടുപോയി കളഞ്ഞാളെന്നങ്ങവൻ ചൊല്ലിടിനാന്. ആർക്കുമേ ബോധം വന്നീലങ്ങവൻ പറഞ്ഞത് ചെൽക്കണ്ണാൾ തന്നിൽ വളർന്നിടിനോരനുരാഗം. വാക്യയാൽ ഒടുക്കം കണ്ണഴിക്കുന്നവനെ ഞാന് നീക്കമെന്നിയെ വരിച്ചിടുവാനെന്നുണ്ടല്ലോ. മോക്ഷതൻ അരുൾ ചെയ്തിട്ട് പരമാർത്ഥം ചിന്തിച്ചാക്ഷേപിച്ചന്യൻ ദുഷിച്ചിടിനാനെല്ലാരെയും. കേട്ടതു സഹിക്കരുതാകയാൽ അവർ ചിലര് ഒട്ടും കണ്ണെറിഞ്ഞു നോക്കിയിടിനാരോളവ ഒട്ടും കണ്ണെറിഞ്ഞു നോക്കിയിടിനോരളവപ്പോൾ പാത്രവും അമൃതവും ചെൽക്കണ്ണിയുമില്ലെന്നതു നേരം പാർത്തു കണ്ടറിഞ്ഞവർ ചൊല്ലിനാരതു നേരം. നാസ്തിയായി ചമഞ്ഞതു നമ്മുടെ മനോരഥം, നേത്രങ്ങളഴിച്ചു കൊൾക്കെല്ലാരും മടിക്കേണ്ട. സൂക്ഷ്മമായേവം ചിലർ ചൊന്നളവെല്ലാവരും ഈ ക്ഷണങ്ങളും അഴിച്ചങ്ങു നോക്കിയിടും വിധൗ. കണ്ടീല കമലാക്ഷി തന്നെയും അമൃതവും ഷണ്ടന്മാരായി വന്നിതു നാമെല്ലാം ഇതുകാലം. കണ്ടിക്കാർ കുഴലാളായി കണ്ടതു മഹാവിഷ്ണു കൊണ്ടൽ നേർവർണ്ണൻ മായാവൈഭവം തന്നെ നൂനം നമ്മോടി വണ്ണം ചതിച്ചങ്ങവൻ കൊണ്ടുപോയാൻ. സമ്മാനിച്ചമരകൾ കൻപോടു നൽകിയിടുവാൻ അത്ര വാത്സല്യം ദേവന്മാരെയുണ്ടെന്നാകിലും ഇത്ര നിഷ്ഫലമാക്കി നമ്മെയും വാച്ചാനല്ലോ. ഇത്ര നിഷ്ഫലമാക്കി നമ്മെയും വാച്ചാനല്ലോ. നിൽക്കവയെല്ലാം ഇനി നമ്മാൽ ഒന്നാവതും ദുഷ്കൃതികളായി വന്നു നാം എല്ലാം ഇതുകാലം. ഭോഷത്വം കൊണ്ട് പറഞ്ഞെന്തിനിക്കാര്യം തമ്മേ. ഭാഷിക്കും മഹാജനം കൈകൊട്ടിച്ചിരിച്ചേവം നീളം ചെന്നെല്ലാവരും ചൊല്ലുമ്പോൾ അതിൽ നിന്നും ചീളന്നു പുറപ്പെട്ടു ചൊല്ലിനാൻ വിതുന്തതൻ. ദീനന്മാരായില്ല നാം എല്ലാരും ഒരുപോലെ ഞാനങ്ങു ചെന്നു വാങ്ങിക്കൊള്ളുവനോരോരോ ഹരി പീയൂഷം ദേവന്മാരോടെന്നവൻ നടകൊണ്ടാൻ. പോയവനുടനൊരു വൃദ്ധബ്രാഹ്മണനായി ദേവകൾ അമൃതു സേവിപ്പതിനായി കൊണ്ടങ്ങു ഭാവിക്കും പൊഴുതു ചെന്നീശലെന്നിയേ ചൊന്നാൻ. ദേവകളെ മുത്തോരഗതിജജ്ഞാനൻ ദേഹം സ്വാധീനമല്ലാഞ്ഞെത്രയും ഉഴലുന്നേ. നിങ്ങളെല്ലാരും നുകർന്നൊടുങ്ങിപ്പോകും മുൻപേ ഇങ്ങെനിക്കൊരോഹരി നൽകുവിൻ കൃപയാലേ. വന്നു നിന്നതിവൃത്ത ബ്രാഹ്മണനുടനുടൻ
ചൊന്നതീവണ്ണം കേട്ടു ദേവകൾ ദയാവശാൽ തങ്ങളെല്ലാരും നുകർന്ന് ഉച്ഛിഷ്ടമാകും മുൻപേ അങ്ങോരോഹരി കൊടുത്തിടിനാരതു കാലം മുന്നമേ നാരായണൻ തന്നെ നിയോഗത്താല് ഇന്ദു സൂര്യന്മാരുണ്ടു ഗോപുരദ്വാരങ്ങളിൽ ശത്രുക്കൾ വരുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നത് അത്രൈവ വിതുന്തുതൻ അമൃതം നുകർന്നപ്പോൾ സദേശം കലർന്നവൻ തന്നെ കണ്ടരുൾ ചെയ്താരി ദ്വിജനല്ലോ ദൈത്യനെന്നറിഞ്ഞാലും കണ്ടാലും ദൃഷ്ടങ്ങളും കൊണ്ട പാപവും എന്ന് കൊണ്ടൽ നേർവർണ്ണൻ കേട്ടു തൃച്ചക്രം കൊണ്ട നേരം കണ്ട ദേശത്തിങ്കലം മാറ്റെറിഞ്ഞതു ചെന്നു കൊണ്ടുടൻ മുറിഞ്ഞിരുകൂറായി വേറിട്ടിടാതെ വീണിരിഞ്ഞിന്ദ്രാദികൾ കാണവേ ഭുജംഗമം താനമൃതരത്തിൽ താഴായ നിമിത്തമായി പ്രാണനെന്നിയെ കിഴക്കൂറതിഖേദത്തോടും വീണിതു പതിതനാകുന്നത് അങ്ങവനുള്ളിൽ ക്രോധേനരവിന്ദുക്കൾ തമ്മിൽ നോക്കിയിടുന്നത് ആദി ചേർന്നിടും ഗ്രഹങ്ങളായതും രണ്ടും വാവറുതിക്കു സൂര്യചന്ദ്രന്മാർ തനിക്കു നേരാളവനൊന്നു നോക്കിയിടുമതേയുള്ളൂ വീണുപോകിലും ദിശത്പാവം വേർപ്പെടാം നിജപ്രാണൻ പോവോളമെന്നും വന്നിരിക്കുന്നു നൂനം പോകവയെല്ലാം ദേവേന്ദ്രാദികൾ അമൃതമങ്ങ് ആകുലമൊഴിഞ്ഞു സേവിച്ചുകൊണ്ടെല്ലാവരും കേവലം ജരാനരാദ്യമയങ്ങളും ഒഴിഞ്ഞ് ആവോളം വിളങ്ങിനാരാശു തൽക്ഷണാന്തരാല് ശ്രീദേവി കടാക്ഷവും രസവുമായി ആദരാലൊരുമിച്ചു ശോഭിച്ചു ജഗത്തെല്ലാം സർവലോകവും ഉള്ളിൽ ചേർത്തുകൊണ്ടഖിലേശൻ സർവദാ പുറത്തു കാട്ടിയും അടക്കിയും സർവകാരിണി മനസ്സൗഖ്യ സൗജന്യായുധം സർവകാലവും സൃഷ്ടിസ്ഥിതി സംഹാരാദികൾ സർവലീലകൾക്കനേകാത്മകനൊന്നൊന്നായി സർവോപദ്രവങ്ങളും തീർത്തു കാത്തേവം നിന്നും സർവകൻ നാരായണനോടപ്പോൾ മഹേശ്വരൻ സർവജ്ഞൻ താനും ചിരിച്ച് അഞ്ജസാ ചോദ്യം ചെയ്താന് എങ്ങനെ ചെന്നു പവാനങ്ങു ദാനവന്മാരോട് ഇങ്ങമൃതത്തെ കൊണ്ടുപോന്നതും എന്നു തന്നോ മറ്റൊരു ജാതി ചേർന്നു വൈകാതെ പോന്നു നിന്നുടേ വൈദഗ്ധ്യമത്യത്ഭുതമെന്നീ വണ്ണം പന്നകാഭരണൻ ചോദിച്ചളവ് ഇന്ദ്രാനുജൻ വന്നകശായി പരമാർത്ഥം താനരുൾ ചെയ്താൻ ഹരേ ഓ നമോ ഭഗവതേ